ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന്. റോമാലേഖന 8-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള ഭാഗങ്ങളിൽ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ കുറിച്ച് പറയുകയാണ്, കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുകയും നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്നും ഇരുന്ന് പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്ന നല്ല കർത്താവാണ്. ലേഖനത്തിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, അങ്ങനൊരു വാക്യം ഉണ്ടെന്നും പറഞ്ഞ് എന്തു തെറ്റും ചെയ്തിട്ട് ഇത് ബലഹീനതയാണ്, എനിക്കുള്ള മഹാപുരോഹിതൻ എനിക്ക് വേണ്ടി സകലതും സഹിക്കും, അല്ലേ പക്ഷപാതം ചെയ്യും, എന്നെ അങ്ങോട്ട് കയറ്റും, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. നമ്മെ അറിയുന്നൊരു ദൈവം. അതുകൊണ്ടാണ് വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹൃദയത്തെ അറിയുന്നു, ഞാൻ ഹൃദയത്തെ തൂക്കി നോക്കുന്നു. നമ്മുടെ മനോഭാവം ദൈവം അറിയുന്നു. നമ്മൾ സഞ്ചരിക്കുന്ന ജീവിതത്തിനകത്ത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് നമ്മുടെ മനസ്സ് എന്താണെന്ന് കർത്താവ് അറിയുന്നു. എന്നാൽ ഇവിടെ റോമാസഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ പൗലോസ് പറയുന്നു, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ദൈവമാണ് തിരഞ്ഞെടുത്തത്. നമുക്ക് കുറ്റം പറയാനായിട്ടൊന്നുമില്ല പ്രിയരെ. അത് ആരുടെ കാര്യമായാലും, യേശുവിൻ്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദയെ പറ്റിയാണെങ്കിൽ പോലും നമുക്ക് കുറ്റം ചുമത്താനോ കുറ്റം പറയാനോ ഒരു വ്യവസ്ഥയുമില്ല. മത്തായി സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ വിധിക്കരുതെന്ന്. നമ്മൾ പറയാറുണ്ട്, യൂദ കെട്ടി തൂങ്ങി ചത്തു. ശരിയാണ്, ഇതെല്ലാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൈക്കകത്തുള്ള കാര്യങ്ങളാണ്. കർത്താവ് പറയുന്നു, ഞാൻ തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം വിധിക്കും? ആരാ ചുമത്തുന്ന കുറ്റം? അടുത്ത വാക്ക്, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, പുകഴ്ചയെടുക്കാൻ ഒന്നുമില്ല. കർത്താവ് നമ്മളെ നടത്തുന്നത് കൊണ്ട് നമ്മൾ നടക്കുന്നു. ചിലരൊക്കെ ഞാൻ ചെയ്തു. ഇല്ല പ്രിയരെ, ഒരിക്കലും നടക്കത്തില്ല. കർത്താവ് ചെയ്തതുകൊണ്ടും കർത്താവിൻ്റെ മനസ്സലിവ് കൊണ്ടും മാത്രം ഈ പകലും നമ്മൾ നിലനിൽക്കുന്നു. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് തിരഞ്ഞെടുത്ത ആ കർത്താവിനെ ഒന്ന് മുറുകെ പിടിച്ചിട്ട്, ആ സ്നേഹത്തെ ഒന്ന് അറിഞ്ഞിട്ട്, റോമാലേഖനത്തിനകത്ത് 8-ാം അധ്യായത്തിനകത്ത് പൗലോസ് ഈ വാക്യം സഭയ്ക്ക് കൈമാറുമ്പോൾ നമ്മളൊരു കാര്യം അവിടെ മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, കർത്താവിൻ്റെ സ്നേഹമാണ് അവിടെ കാണുന്നത്. ഞാൻ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? തകർന്നു പോകാതിരിക്കാൻ, നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ. പ്രിയരെ, കിട്ടുന്ന അവസാന ചാൻസാണെന്ന് അറിഞ്ഞിട്ട്, ദൈവം തന്ന ഒരു അവസരം കൂടെയാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് പൂർണ്ണതയിലോട്ട് പ്രവേശിപ്പാൻ കർത്താവിനോട് യാചിച്ച്, ആ നീതീകരണത്തിലേക്ക് പ്രവേശിപ്പാൻ, ആ തേജസ്കരണത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹത്തോടെ, വാഞ്ചയോടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.